കീഴാർനെല്ലില്ലേ, കീഴാർനെല്ലി വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഹെയർ സീറം ഉണ്ടാക്കിയിട്ട് ഒന്ന് തലയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കഴുകി നോക്കിക്കേ. നമുക്ക് മുടി കൊഴിച്ചിൽ എത്ര മാറാത്ത മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. മുടികളുടെ വേരിന് നല്ല ബലം കിട്ടും. മുടിയുടെ വേരിന് ബലം കിട്ടുന്ന മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ ചില കുട്ടികളുടെയൊക്കെ പല്ലിന് ഇങ്ങനെ ബലക്കുറവില്ലേ, പല്ലിങ്ങനെ ഇളകുന്ന പല്ലുകളുണ്ടാവില്ലേ. അപ്പോൾ ഈ മോണയ്ക്കൊക്കെ ഇങ്ങനെ ബലക്കുറവും അതുപോലെ തന്നെ ഈ പല്ലുകൾക്ക് ഇങ്ങനെ ആട്ടമൊക്കെ ഉണ്ടെങ്കിൽ പല്ലിന് നല്ല ബലം കിട്ടാനൊക്കെ ആയിട്ടും ഈ കീഴാർനെല്ലി നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം. വായിൽ കൊള്ളാനായിട്ടും തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കഴുകി വിടാനായിട്ട് ഹെയർ സീറം ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കീഴാർനെല്ലിയൊക്കെ നമ്മുടെ പറമ്പിലും റോഡരികത്ത് വഴുവത്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ളിടത്ത് നിന്ന് പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഒരു ഉരലിലേക്കോ അമ്മിയിലേക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. ഈ കീഴാർനെല്ലിയുടെ ഇലയുടെ അടിയിൽ ഇങ്ങനെ ഒരു നെല്ലിക്ക പോലത്തെ ഒരു ഇതുണ്ടല്ലോ, കുരുണ്ടല്ലോ. അപ്പോൾ അത് ചാടി പോവാത്തത് നോക്കിയിട്ട് വേണം കേട്ടോ പറിച്ചെടുക്കാനായിട്ട്. അപ്പം ഈ കീഴാർനെല്ലി നമുക്ക് ഇങ്ങനെ നിങ്ങൾ തലയിൽ സിറമായിട്ട് ഇങ്ങനെ കഴുകുവാണെങ്കിൽ അകാലനരയൊക്കെ ഉള്ള ആളുകൾക്ക് നര മാറാനൊക്കെ ആയിട്ടും നര വരാതിരിക്കാനൊക്കെ ആയിട്ടും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആ നെല്ലിക്കയൊക്കെ ഉള്ളത് നോക്കി പറിച്ചെടുക്കുക. കൊഴിഞ്ഞാടി പോയേക്കുന്നത് പറിക്കരുത് കേട്ടോ. നല്ല നെല്ലിക്കയുള്ളത് നോക്കി പറിച്ചെടുത്തിട്ട് ഒന്ന് ചതച്ച് ഇതുപോലെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ഗ്രാമ്പൂ എടുക്കുക കേട്ടോ. നമ്മുടെ തലമുടിക്ക് നല്ലതാണ് ഗ്രാമ്പൂ. വായിൽ നമുക്കറിയാലോ, നമുക്ക് പല്ലിന് വായനാറ്റമൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. പല്ല് വേദനയ്ക്കൊക്കെ നല്ലതാണ് ഈ ഗ്രാമ്പൂ. അപ്പം 2 ഗ്രാമ്പൂ ഇതുപോലെ ഒന്ന് ചതച്ചൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ ഈ കീഴാർനെല്ലിയുടെ കൂട്ടത്തിലേക്ക് ഗ്രാമ്പൂ കൂടി 2 പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് ഒരുപാട് നമുക്ക് ഹെയർ സിറം ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കണം. ഒരു ഗ്ലാസ് 3/4 ഗ്ലാസ്സോളം വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിനകത്തേക്ക് നമുക്ക് പേരയുടെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വായനറ്റം മാറാൻ നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്. തലയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഈ ചൊറിച്ചിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണ് ഈ ഒരു പേരയുടെ ഇല. അത് മിക്കവർക്കും തന്നെ അറിയത്തില്ല. നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ളതാണ് പേരയിലെങ്കിലും പേരയുടെ ഇലയുടെ ഗുണങ്ങളൊന്നും പലർക്കും തന്നെ അറിയത്തില്ല കേട്ടോ. അപ്പം ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പേരയുടെ ഇല നല്ലതാണ്. അപ്പോൾ ഇത് 3 കൂടി നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം ഒരു 10 മിനിറ്റ് നേരത്തോളം നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ബ്രൗൺ കളർ വെള്ളമായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തലയിൽ നമുക്കിങ്ങനെ കഴുകാനാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിടരുത് കേട്ടോ. നമുക്ക് വായിൽ കൊള്ളാനാണെങ്കിൽ ഇതിൽ ഉപ്പിട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വെള്ളമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ സ്കാൽപ്പിൽ കൂടെ ഒരു ഫില്ലറോ അല്ലെങ്കിൽ കയ്യോ വെച്ചിട്ട് ഇങ്ങനെ ഈ വെള്ളം തലയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് കഴുകി നമ്മൾ കുളിക്കാൻ നേരത്തൊന്ന് കഴുകി വിടുന്നത് നല്ലതാണ്. മുടിക്ക് നല്ല ബലം കിട്ടും, ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് തലമുടിക്കായിട്ട് എടുക്കാം. ഇനി ഇതല്ലാതെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കവിളി കൊള്ളുവാണെങ്കിൽ ഈ പല്ലുകൾക്കൊക്കെ ബലക്കുറവും പല്ല് ചില കുട്ടികളുടെയൊക്കെ പല്ലിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇളകും, ആടുന്ന കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആട്ടമുള്ള പല്ലിനൊക്കെയും ആട്ടം നിൽക്കാനൊക്കെ ആയിട്ടും ഈ മോണയ്ക്ക് നല്ല ബലം കിട്ടാനൊക്കെ ആയിട്ട് ഈ കീഴാർനെല്ലി കവിളിൽ കൊള്ളുന്നത് നല്ലതാണ്, വായിൽ കൊള്ളുന്നത് നല്ലതാണ്. അപ്പം പല്ലുവേദന മാറും, വായനാറ്റം മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. നമുക്ക് മുടിക്ക് ഉപ്പില്ലാണ്ട് ഇത് തലയിൽ ഒഴിച്ച് കഴുകുവാണെങ്കിൽ മുടിക്ക് നല്ലതാണ്. അപ്പം മിക്ക ആളുകളും ഇത് പാലിലൊക്കെ ഇട്ടും ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നതാണ്, വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുന്നുണ്ട് ഈ കരളിൻ്റെ ആരോഗ്യത്തിനും മഞ്ഞപ്പിത്തത്തിനൊക്കെയും. അപ്പോൾ ഇത് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ കീഴാർനെല്ലിയും കൊണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ 2 രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് പല്ല് ബലക്കുറവിന് നല്ലതാണ്, ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ കാണാം. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ കൂടി ചെയ്യാം കേട്ടോ. ബൈ.